വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു അത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ UGC അതുപോലെ AICTE പോലുള്ള ഏജൻസികൾ അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അത് നേരത്തെ തന്നെ അത് അനുവദിക്കണമെന്ന ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അത് സംബന്ധിച്ച ഒരു ശുപാർശ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് അത് പരിഗണിക്കുക, അതിന് ഒരു ഉത്തരവ് വന്നിരുന്നില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അത് പരിശോധിക്കുകയും അതിനുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് വലിയ ഒരു അവസരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അത് പ്രയോജനപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസം കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രാപ്യമാക്കുക എന്ന ഒരു ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഇതുവഴി സഹായിക്കും. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇനി ഇത് സംബന്ധിച്ച് അടുത്ത വർഷത്തേക്കാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സർവകലാശാലകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കാരണം ഓരോ കോഴ്സിനും പ്രത്യേകമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ടാവും, അത്തരം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട റൂൾസൊക്കെ അതാത് സർവകലാശാലകൾ ബോർഡ് ഓഫ് സ്റ്റഡീസും ഒക്കെ കൂടി വരും വർഷത്തിന് അടുത്ത അക്കാഡമിക് ഇയറിന് മുമ്പായിട്ട് തീരുമാനിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിനുള്ള സൗകര്യം ഒരുക്കുന്നതായിരിക്കും. ITI പോളി വിദ്യാഭ്യാസം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പ്രവേശിക്കാമെന്നതല്ല അതിൽ? അതെ, ITI 10ാം ക്ലാസ്സിന് ശേഷം ITIയിൽ പോകുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പോളിടെക്നിക്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ 2 വർഷം ITIയിൽ ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. പോളിടെക്നിക്കിൽ തന്നെ 10ാം ക്ലാസ്സിന് ശേഷം 3 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാമിന് പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. അത്തരം വിദ്യാർത്ഥികൾ കൂടുതലും ആഗ്രഹിക്കുന്നത് അവർക്കതിന് ശേഷം ഇപ്പോൾ BTechനോ അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഹയർ സ്റ്റഡീസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഇതുവഴി ലഭിക്കുകയാണ്.